ഈ പ്രാവശ്യത്തെ ചാമ്പ്യൻസ് ലീഗിൽ 2 വലിയ ടീമുകൾ, 2 സ്പാനിഷ് ടീമുകൾ പുറത്താണ്, ബാഴ്സലോണയും റയൽ മാഡ്രിഡും. അപ്പം അതിനകത്ത് ഇപ്പോൾ ഒരു വിവാദമായിട്ടുള്ളത് ബാഴ്സലോണ പുറത്താകുന്ന രീതിയെക്കുറിച്ചാണ്. കാരണം വെച്ചാൽ അത് ക്ലബ്ബ് തന്നെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. റഫറിങ് ആണ് ഞങ്ങളെ ഈ ക്വാർട്ടറിൽ നിന്ന് പുറത്താക്കിയത് എന്നുള്ള രീതിയിൽ ഒരു വിവാദം ഉയർന്നു വന്നിട്ടുണ്ട് ഫുട്ബോൾ വൃത്തങ്ങളിലൊക്കെ തന്നെ. ദിലീപ് അതിനെങ്ങനെയാണ് കാണുന്നത്? അതിൽ പ്രത്യേകിച്ചും പെനാൽറ്റിയുടെ കേസിലും ഒക്കെ പറയുന്ന വിവാദങ്ങൾ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, poor workmen blame their tools. അതാണിത്. ബാഴ്സലോണ നന്നായി കളിച്ചില്ല, 2 ലെഗിലും നന്നായി കളിച്ചില്ല. പിന്നെ ഈ ടീമിനൊരു നേതൃത്വം ഇല്ല. നമ്മൾ മുമ്പും സംസാരിച്ചിട്ടുള്ളതാണ്. ഏതൊരു ടീമിന് ഇതിപ്പോ ഇപ്പോഴത്തെ പൊളിറ്റിക്കലി കറക്റ്റ് അന്തരീക്ഷത്തിൽ പറയാൻ പാടില്ല, പക്ഷെ ഫുട്ബോളിൽ പ്രത്യേകിച്ചും ക്രിക്കറ്റിന്റെ ഒക്കെ അധികം ഒരു ആൽഫ ലീഡർ ആവശ്യമുണ്ട്. അതില്ലാതെ ഒരു ഫുട്ബോൾ ടീം ഇല്ല ശരിക്കും. അത് സാധാരണ അത് കോച്ചായിരിക്കും, പക്ഷെ കോച്ചിന്റെ ആശയങ്ങൾ നടപ്പിലാക്കാൻ അതേപോലത്തെ ഒരു ആൽഫ ഫീൽഡിലും വേണം. ഇപ്പൊ മാഞ്ചസ്റ്റർ സിറ്റിയില് പണ്ട് ഗ്വാർഡിയോളയ്ക്ക് അതുപോലെ വിൻസെന്റ് കമ്പനി ഇപ്പൊ ബായർൻ മ്യൂണിക്കിന്റെ കോച്ചാണ്. അപ്പൊ അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ആ ഫീൽഡിൽ ഒരു നേതൃത്വം ഉണ്ട്. അത്ലറ്റിക്കോ മെഡ്രിഡിന് അതുണ്ടായിരുന്നു. കോക്കെ എന്ന് പറഞ്ഞവരുടെ ക്യാപ്റ്റൻ ഇപ്പൊ 17 കൊല്ലമായി ക്ലബിന് കളിക്കുന്നു. കോക്കെ കണ്ടാൽ തന്നെ ഒരു ലൈനപ്പിൽ 11 ആള് നിന്ന് കഴിഞ്ഞാൽ അതിൽ ആരാ നേതാവ് നമുക്ക് അപ്പൊ പറയാൻ പറ്റും. ഈ ആൽഫ മെയിൽ എന്ന് പറഞ്ഞാൽ ആ ഫ്രേസിന് തന്നെ ടോക്സിക് അർത്ഥങ്ങളായി നെഗറ്റീവായിട്ടേ കാണുന്നു. പക്ഷെ ഫുട്ബോളിന്റെ കാര്യത്തിൽ അതൊരു പോസിറ്റീവാണ്. ആ ആൽഫ മെയിലാണ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന ടീമിന്. നിങ്ങൾ യൂട്യൂബ് പോയി സെർച്ച് ചെയ്താൽ അലക്സ് ഫെർഗുസൺ 1983 സ്കോട്ടിഷ് FA കപ്പ് ഫൈനൽ സെർച്ച് ചെയ്താൽ ആദ്യം കാണുന്ന ഒരു സ്പീച്ചാണ് ഇത്. ഈ കപ്പ് ഫൈനൽ ഫെർഗുസന്റെ അബഡീൻ ജയിച്ചു 1-0. ഗ്ലാസ്ഗോ റേഞ്ചേഴ്സ് വലിയ ക്ലബാണ്. അപ്പൊ കമന്റേറ്റർ പോയി ചോദിക്കുമ്പോ ഫെർഗുസന്റെ ആദ്യത്തെ വാക്ക് ഇറ്റ് വാസ് എ ഡിസ്ഗ്രേസ്ഫുൾ പെർഫോമൻസ്. മില്ലർ ആൻഡ് മെക്ലീഷ് അവരുടെ സെൻട്രൽ ഡിഫൻഡേഴ്സ് വൺ ദ കപ്പ് ഫോർ അബഡീൻ. I don't care about winning trophies, we set a standard. അതാണ് എല്ലാ ടീമിനും സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. ബാഴ്സലോണയുടെ ക്യാപ്റ്റൻ പെഡ്രിയാണ്. പെഡ്രി മഹത്തായ കളിക്കാരനാണ്, പക്ഷെ ആരും പെഡ്രിയെ നോക്കിയിട്ട് ഇതൊരു ലീഡറാന്ന് പറയില്ല. പണ്ടത്തെ ബാഴ്സലോണ ടീമിന് അതുണ്ടായിരുന്നു. ഒരു കാർലോസ് പിയോൾ ഉണ്ടായിരുന്നു, പിന്നെ PK ഉണ്ടായിരുന്നു, ബുസ്കറ്റ്സ് മിഡ്ഫീൽഡിൽ. ഇങ്ങനത്തെ കളിക്കാരുണ്ട്. അങ്ങനത്തെ കളിക്കാരെ ഇപ്പൊ നോക്കിയ ടീമിൽ കാണാനില്ല. എന്നാലും അന്നത്തെ ആ കളി, പ്രത്യേകിച്ചും ബാഴ്സലോണയുടെ കളി എന്ന് പറയുന്ന ഒരു ക്ലാസിക് ആയിട്ടൊക്കെ തന്നെയാണ് ആൾക്കാർ വിലയിരുത്തുന്നത്. പിന്നെ വിവാദങ്ങളുടെ കാര്യം, ഏറ്റവും നല്ല റെഫറിയാണ് ആ കളി ക്ലെമന്റ് ടർപ്പാൻ. വേൾഡ് കപ്പ് പാനലിലുണ്ട്. ഫ്രാൻസ് ഫൈനലിൽ എത്തിയില്ലെങ്കിൽ മിക്കവാറും ഫൈനലിൽ കിട്ടും ചെയ്യും. അത്രയും നല്ല റെഫറിയാണ്. പിന്നെ ഒരു ഓഫ് സൈഡ് കൊടുത്തത് അത് ഡിഫൻഡർ വേണിച്ച് കളിച്ചതല്ല ബോള്. അപ്പൊ കളിക്കാരൻ ഓഫ് സൈഡ് പൊസിഷനിലാണെങ്കിൽ ഓഫ് സൈഡ് തന്നെയാണ്. വേണിച്ച് ഡിഫൻഡർ കളിക്കാൻ നോക്കി കാല് തട്ടി വന്നു കഴിഞ്ഞാൽ ഓൺ സൈഡ് ആയി മാറുന്നത്. പക്ഷെ ഇത് ആക്സിഡന്റൽ ഡിഫ്ലക്ഷൻ വരുന്നത് ഓഫ് സൈഡ് തന്നെയാണ്. പിന്നെന്താ വിവാദം? റെഡ് കാർഡും. പിന്നെ അവര് പറയുന്നത് വെച്ചാൽ ഇപ്പൊ ഒരു സാധാരണഗതിയിൽ ഒരു വീഡിയോ അസിസ്റ്റ് അതിനകത്തും അവർക്ക് നീതി ഉണ്ടായില്ല എന്നുള്ള രീതിയിൽ വരെ പറയുന്നുണ്ട്. 2 ലെഗിലും ക്ലിയർ റെഡ് കാർഡാണ് ഇപ്പോഴത്തെ ഫുട്ബോളിൽ. ഇപ്പൊ ഞാൻ ആദ്യം ഫുട്ബോൾ കാണാൻ തുടങ്ങിയ 83-ല്. അപ്പൊ അലൗ ചെയ്തിരുന്ന പല ടാക്കിൾസും ഇപ്പൊ ഓട്ടോമാറ്റിക് റെഡ് കാർഡാണ്. അപ്പൊ ആ ടാക്കിൾസിന് റെഡ്യൂസർ എന്ന് പറയാം. എന്താ വെച്ചാൽ നമ്മുടെ കാല് വെട്ടിക്കളയണ പോലത്തെ സ്ലൈഡ് ചെയ്ത് വന്ന് ഇങ്ങനെ ടാക്കിൾ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ പുറകുന്ന് ടാക്കിൾ ചെയ്യാം. ഇതൊന്നും ഇപ്പൊ അനുവദിക്കില്ല. ഇത് ഈ 2 റെഡ് കാർഡും പുറകുന്നുള്ള ടാക്കിൾസിനാണ്. പിന്നെ ഫസ്റ്റ് ലെഗിൽ ക്ലിയർ ത്രൂ ഓൺ ഗോളായിരുന്നു. ഇത്തവണ വേണമെങ്കിൽ പറയാം കുറച്ചപ്പുറത്ത് ജൂൾസ് കൊണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും റെഫറി നോക്കുമ്പോ ഇവനൊരു ക്ലിയർ പാത്ത് ഉണ്ട് ഗോളിലേക്ക്. പിന്നെ പുറകുന്നുള്ള ടാക്കിളാണ്. അത് 90% റെഡ് കാർഡാണ്. അല്ലാതെ കളിയെ വിലയിരുത്താണെങ്കിലോ നല്ല കളിയായിരുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന രണ്ടും. റയലിന്റെ കളി അതിൽ ഈ സീസണിലത്തെ ബെസ്റ്റ് ഗെയിം ആയിരുന്നു. ബാഴ്സലോണ ആദ്യത്തെ 25 മിനിറ്റ് വളരെ അവർ
ഈ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും നന്നായി കളിച്ച ഒരു കളിയായിരുന്നു. അത്രയും ചാൻസ് സൃഷ്ടിച്ചു, 2 മനോഹരമായ ഗോള്. ഒന്ന് മിസ്റ്റേക്ക് എന്നായിരുന്നു, പക്ഷെ എന്നാലും അത് യമാൽ ഫിനിഷ് ചെയ്തത് അത്രയും കാമായിട്ടാണ്. അത് എളുപ്പമല്ല ഒരു ടീം 2-0 പിന്നിട്ട് നിൽക്കുമ്പോ അത്രയും നേരത്തെ ഒരു ചാൻസ് കിട്ടുമ്പോ അത് ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞാല്. പിന്നെ ആ രണ്ടാമത്തെ ഗോളിന്റെ പാസും ഫിനിഷും. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ അത്ലറ്റിക്കോന് ലീഡേഴ്സ് ഉണ്ട്. സൈഡ് ലൈനിൽ സിമിയോണി ശരിക്കും ഒരു ദാതയാണ്. പിന്നെ പിച്ചിൽ അത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കോക്കയുണ്ട്. കോക്കയാണ് ആദ്യം എല്ലാ കളിക്കാരോടും പോയി പറഞ്ഞു ഇത് പോരാ, കുറച്ചും കൂടി ഓണറോട് കൂടി കളിക്കണം. എന്നിട്ടാണ് അത്ലറ്റിക്കോ കളിയിൽ തിരിച്ചു വന്നത്. അങ്ങനത്തെ ഒരു ലീഡർ ഇപ്പൊ ഈ ബാഴ്സലോണ ടീം, പ്രത്യേകിച്ച് ഡിഫൻസിൽ. ഈ ഇപ്പൊ കളിയുടെ ഒരു അവസാന സെമി ഫൈനൽ ലൈനപ്പായി കഴിഞ്ഞപ്പോ ഇപ്പൊ PSG, ബയൺ, അത്ലറ്റിക്കോ, ആർസണൽ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ ഈ കളികളിൽ നമ്മൾ ഒരു വളരെ ഇതായിട്ട് കളിച്ചു വരുന്ന ഒരു ടീം എന്നുള്ള രീതിയിൽ PSG ആണ് ഒരു നിലനിർത്തിയിട്ടുള്ളത്. പക്ഷേ പിന്നെ ബയണിന്റെ ഒരു മികവിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. കാരണം പേടിക്കേണ്ട ഒരു ടീമായിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഈ 4 ടീമുകളെയും എങ്ങനെയാണ് ദിലീപ് വിലയിരുത്തുന്നത്? ഈ ബയൺ PSG ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു PSG ലിവർപൂൾ ജയിക്കുന്ന ടീം ജയിക്കും. ഇത്തവണയും PSG തോൽപ്പിക്കുന്ന ടീം ചാമ്പ്യന്മാരാവും, അല്ലെങ്കിൽ PSG ചാമ്പ്യന്മാരാവും. അതിലൊരു സംശയമില്ല. പക്ഷെ ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ടീം യൂറോപ്പിൽ ഇപ്പൊ PSG ആണ്. നമ്മളിപ്പോ ഏതൊരു ടീം നോക്കിക്കഴിഞ്ഞാലും എത്ര നല്ല ടീമായാലും ഏതെങ്കിലും ഒരു വീക്ക്നെസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ക്ലോപ്പിന്റെ ലിവർപൂളിലാണെങ്കിൽ ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡിന്റെ ഡിഫെൻഡിങ്ങിനെ പറ്റി ആൾക്കാർ പറയായിരുന്നു, വേണമെങ്കിൽ അവരുടെ റൈറ്റ് കൂടി നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇത് ഒരു വീക്ക്നെസ്സും ഇല്ലാത്തൊരു ടീമാണ്. അവര് ഫുൾ ബാക്സ് 2 പേരും ലോകത്തെ ഏറ്റവും നല്ല 2 ഫുൾ ബാക്സ്. സെൻട്രൽ ഡിഫൻസില് മാർക്കിനോസ്, നേരത്തെ പറഞ്ഞ പോലെ റയൽ മെഡ്രിഡിനും ബാഴ്സലോണയ്ക്കും ഇല്ലാത്ത ആ നേതൃത്വം കൊടുക്കുന്ന ഒരു ഓൺ ഫീൽഡ് ലീഡർ. മാർക്കിനോസ് ഇതേപോലെ ഈ ആൽഫ എന്ന് പറയുന്നത് സൈസും അപ്പിയറൻസും ആയിട്ട് ഒരു ബന്ധമില്ല. ഡാനിയൽ പാസറൽ 5 അടി 7 ഇഞ്ചായിരുന്നു പൊക്കം അർജന്റീന. ബെറേസി 5 അടി 8 ഇഞ്ച് പൊക്കം. ബെറേസിയെ പറ്റി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചുമരിൽ ആണി അടിക്കണമെങ്കിൽ ഹാമറിന്റെ ആവശ്യമില്ല, തല വെച്ച് ചെയ്യാൻ പറ്റും. അത്രയും ടഫായിട്ടുള്ളൊരു അപ്പിയറൻസ് ആയിരുന്നു. അങ്ങനത്തെ ഒരു ലീഡർ വേണം. അത് മാർക്കിനോസ് ഉണ്ട്. ഇപ്പൊ ആൻഫീൽഡിൽ ഒരു 25 മിനിറ്റ് ലിവർപൂൾ ശരിക്കും പ്രഷർ ചെയ്തു സെക്കൻഡ് ഹാഫിൽ. അപ്പൊ മാർക്കിനോസിന്റെ ഡിഫെൻഡിങ്ങും ആകെപ്പാടെ ഡിഫൻസ് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അത് മറ്റേ ടീംസിനില്ല. ഈവൻ ബയണിനുള്ള ഒരു വീക്ക്നെസ് അതാണ്, ഒരു ഗോള് കുറെ വഴങ്ങുന്നുണ്ട്. എന്താ വെച്ചാൽ എന്റെ അഭിപ്രായത്തിൽ അവരുടെ ബാക്ക് ഫോർ PSG ബാക്ക് ഫോറിന്റെ അത്ര നല്ലതല്ല. അതുപോലെ ആർസണൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലേക്ക് അങ്ങ് ഉയർന്നിട്ടില്ല. രണ്ടാമത്തെ ലെങ്കിലും അത് തന്നെയാണ് കാണുന്നത്. അതെങ്ങനെയാണ് പിന്നെ അത് അവരുടെ ഒരു ടോട്ടൽ ഒരു ഇതിനെ ബാധിച്ചിട്ടുണ്ടോ? പണ്ടത്തെ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ ചില തോൽവികളൊക്കെ ആകെപ്പാട് ഇപ്പൊ ഒരു കോൺഫിഡൻസ് കുറവായിട്ടുള്ള ഒരു സമയം. പക്ഷെ ആ സമയത്തും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെ. ഇപ്പൊ സ്പോർട്ടിങ്ങിന് ശരിക്കും ജയിക്കാൻ പറ്റുമായിരുന്നു ആ ടൈ. ശരിക്കും അവർക്ക് ഹോം ലെഗിലും ചാൻസസ് ഉണ്ടായിരുന്നു, മറ്റേ എമിറേറ്റ്സിലും ഉണ്ടായിരുന്നു ചാൻസസ്. പക്ഷെ ആർസണലിന് പിടിച്ചു നിൽക്കാൻ പറ്റി. ഇപ്പൊ നേരത്തെ PSG പറഞ്ഞ പോലെ അവരുടെ വളരെ ശക്തമായ ഡിഫൻസ് ആണ്. അങ്ങനത്തെ ഡിഫൻസ് വെച്ചിട്ട് നമുക്ക് കുറെ കളികൾ ജയിക്കാൻ പറ്റും, നന്നായി കളിക്കുന്നില്ലെങ്കിലും. അത്ലറ്റിക്കോനുള്ള പ്രശ്നം അതാണ്. പണ്ട് അത്ലറ്റിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വിചാരിക്കുക ഡിഫൻസ് ആണ്, ആർക്കും മറികടക്കാൻ പറ്റാത്തൊരു ഡിഫൻസ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കുറെ കൂടി അവര് എക്സ്പ്രസീവായിട്ട് കളിക്കുന്നുണ്ട്, പക്ഷെ ബാക്കിൽ കുറെ ഗ്യാപ്പ് ഉണ്ട്. ഇതിനകത്ത് മാനേജേഴ്സിന്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പം ഒന്നാമത്തെ ഇതാണല്ലോ നമ്മുടെ വിൻസെന്റ് കമ്പനി വരുന്നത്. അപ്പം അല്ലാതെ ഇതിൽ വളരെ ഇതായിട്ടുള്ള എൻട്രിക്ക് ഉണ്ട്. അങ്ങനെ 4 പേര്, നാല് കോച്ചസിനെയും നമ്മൾ ഇപ്പൊ സിമിയോണ്, പിന്നെ ആർട്ടറ്റ, ഇതിൽ 4 പേരെയും കമ്പയർ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഏത് സ്ട്രാറ്റജി ആയിരിക്കും ഇതിനകത്ത് വിജയിക്കാൻ പോകുന്നത്? എന്റെ അഭിപ്രായത്തിൽ ലൂയിസ് എൻറിക്ക് ഒരു വേറെ തന്നെ ഒരു ലെവലിലാണ്. ഇപ്പൊ പലർക്കും മനസ്സിലാവാത്ത, ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ കൾച്ചറിൽ ഈ കളിക്കാരെ വലുതാക്കി ഓരോ കളിക്കാർക്കായി എത്ര 50 മില്യൺ, 100 മില്യൺ, 500 മില്യൺ അങ്ങനെയൊക്കെ ഫോളോവേഴ്സ് ആണ് സോഷ്യൽ മീഡിയ. പക്ഷെ കളിക്കാരല്ല ഒരു ഫുട്ബോൾ മാച്ച് ജയിക്കേണ്ടത്, എപ്പോഴും അത് മാനേജർ, കോച്ചാണ്.
അത് പല ക്ലബുകൾക്ക് ഇപ്പം അത് മറന്നുപോയിട്ടുണ്ട്. ഇപ്പൊ റയൽ മെഡ്രിഡിലൊക്കെ വലിയൊരു പ്രശ്നം അതാണ്. ഇത് എപ്പോഴും കോച്ചസിന്റെ കളിയാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ മെസ്സി എൻറിക്കെ പോയതിനു ശേഷം ഒരു ഒറ്റ ചാമ്പ്യൻസ് ലീഗ് ജയിച്ചില്ല. ആകെ ജയിച്ചത് ഗാർഡിയോളയും എൻറിക്കയും കോച്ചസ് ആയിരുന്നു. ഇപ്പൊ എന്തുകൊണ്ട് അവർ രണ്ടുപേരും എലീറ്റ് ലെവൽ കോച്ചസ് ആണ്. ഇപ്പൊ ഒരു മെസ്സി ഉണ്ടായിട്ടും കാര്യമില്ല ആ ലെവലിലുള്ള കോച്ചിങ് ഇല്ലെങ്കിൽ. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ ബയൺ. അതാണ് എല്ലാരും വിൻസെന്റ് കമ്പനി ബേൺലിയുടെ കൂടെ റെലിഗേറ്റഡ് ആയി EPL. അപ്പൊ എല്ലാരും പറഞ്ഞ ഇവൻ എന്ത് വെറുതെ മറ്റേ ഗാർഡിയോളുടെ ശിഷ്യനായതുകൊണ്ട് മാത്രം ജോലി കിട്ടിയതാണ്. പക്ഷെ ബയൺ മ്യൂണിക്ക് എടുത്തു. എന്തുകൊണ്ട് അവരെന്തോ കണ്ടിരുന്നു എന്താന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് പേഴ്സണാലിറ്റി. ഗാർഡിയോളുടെ മെത്തേഡ്സ് മാത്രമൊന്നുമല്ല, കമ്പനിക്ക് അത് സ്വന്തം സ്റ്റൈലുണ്ട്. പക്ഷെ അതേ മെന്റൽ ടഫ്നെസ്സും ആ പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പൊ അത് ഇൻ ഗെയിം സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ റയൽ മെഡ്രിഡ് ആയിട്ടുള്ള കളിയില് ആബലോ പണ്ട് ലിവർപൂളിനും റയലിനും രണ്ടുപേർക്കും കളിച്ച് നല്ല ഡിഫൻഡർ ആയിരുന്നു. പക്ഷെ ആബലോ അവിടെ സൈഡ് ലൈനിൽ ഒരു ലൂയി വിറ്റോൺ ജാക്കറ്റ് ഇട്ട് ഇങ്ങനെ നിൽക്കുക. ഒന്നും ഇൻ ഗെയിം സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒന്നും വർക്ക് ചെയ്തില്ല. ഇൻ ഗെയിം ടാക്ടിക്കലായിട്ട് വലുതായിട്ടൊന്നും മാറ്റിയില്ല. അത് പ്രത്യേകിച്ച് ഒരു ഡിഫൻഡർ ആയിരുന്ന ഒരാൾക്ക് ഒരു ഡിഫൻസ് ഓർഗനൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അതിശയം. ആ കളിയിൽ ശരിക്കും ബയണിന് 6 ഗോൾ വരെ അടിക്കായിരുന്നു. അത്രയും ഓപ്പൺ ആയിരുന്നു. അപ്പൊ അതാണ് ഒരു ടോപ്പ് ലെവൽ കോച്ചും അല്ലാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും കാണാൻ പറ്റും. ഈ വിൻസെന്റ് കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം മാഞ്ചസ്റ്റർ സിറ്റി മുതൽ ഇങ്ങോട്ടുള്ളത് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം എന്തായാലും ഇതിനകത്തെ മൂപ്പരുടെ ഫസ്റ്റ് അപ്പിയറൻസ് ആണല്ലോ ഈ ഒരു ലെവലിലേക്ക്. എന്താണ് പിന്നെ ദിലീപ് കാണുന്ന ഒരു മികവ് എന്താണ് ബാക്കി കോച്ചസിനേക്കാളും? മെയിനായിട്ട് പേഴ്സണാലിറ്റിയാണ്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതാണ് എൻ്റെ രീതി എന്ന് പറഞ്ഞാല് കമ്പനി എന്ന പ്ലെയർക്കും ആ മനുഷ്യനും ആ ഒരു ഫോഴ്സ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്. അത് കളിക്കാരെ കൊണ്ട് അനുസരിപ്പിക്കാൻ. അതിപ്പോ ഒരു ഹാരി കെയ്ൻ ആയാലും, ഇത്ര അനുഭവമുള്ള ഒരു ഹാരി കെയ്ൻ ആയാലും, 18 വയസ്സായ ലെനർഡ് കാൾ ആയാലും ഇവരൊക്കെ കേൾക്കും ഇയാൾ എന്താ പറയുന്നത്. ഇയാള് സിറ്റിയുടെ കൂടെ അത്രയും ടൈറ്റിൽ നേടിയതാണെന്നറിയാം. ഗാർഡിയോളുടെ ശിഷ്യ കമ്പനി കളിക്കുമ്പോ തന്നെ എനിക്കറിയാം. ഇപ്പൊ ചില കളിക്കാരെ നമ്മൾ കളിക്കുമ്പോ തന്നെ ഇപ്പൊ ഷാബി അലോൺസോ, വിൻസെന്റ് കമ്പനി, ഫ്രാങ്ക് ലാംപാർഡ്, ഇങ്ങനെ കുറച്ച് പേര് ഇവർ കളിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഇവൻ കോച്ചാവുന്ന ഉറപ്പാണ്. രാഹുൽ ദ്രാവിഡ് ഇതേപോലെ ക്രിക്കറ്റിൽ എനിക്ക് ഉറപ്പായിരുന്നു കോച്ചാവും. അവരുടെ പേഴ്സണാലിറ്റി അങ്ങനെയാണ്. അവർ കളിക്കുമ്പോ തന്നെ ചിന്തിക്കുന്നുണ്ടാവും, കളിക്കുമ്പോ ബാക്കി കളിക്കാരെ ഗൈഡ് ചെയ്യും. അങ്ങനത്തെ പേഴ്സണാലിറ്റിയാണ്. അപ്പൊ കമ്പനിക്ക് അതേ ചെയ്യാൻ പറ്റില്ല. ഈ കുറെ നല്ല കളിക്കാരുണ്ടായിട്ട് കാര്യമില്ല. ഇപ്പൊ യൂറോപ്പിൽ പല ടീമിലും എത്രയോ നല്ല കളിക്കാരുണ്ട്. പക്ഷെ അവരെ കൊണ്ട് ഒരു ട്യൂൺ കിട്ടണം നമുക്ക്. അത് ഇപ്പൊ റിയാലിന് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാഴ്സലോണയ്ക്ക് ലീഗ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, UCL ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതില് ഈ 4 കോച്ചസിലും ദിലീപ് അതില് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് തോന്നുന്നത് ഏത് മാനേജർക്കാണ്? അപ്പർ ഹാൻഡ് എന്ന് പറഞ്ഞാൽ അത് സ്ക്വാഡും കൂടി നോക്കണം. ഇപ്പൊ ആകെപ്പാടുള്ള കോച്ചിങ് കഴിവും സ്ക്വാഡും വെച്ച് നോക്കുമ്പോ എൻറിക്കയ്ക്ക് തന്നെയാണ്. ഇത് എന്താ വെച്ചാൽ PSG ഞാൻ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ടീമാണ്, ഒരു വീക്ക്നെസ്സും ഇല്ലാത്ത ടീമാണ്. ബയൺ ഇപ്പോഴും എന്റെ അഭിപ്രായത്തിൽ ഡിഫൻസിൽ ബയണിന്റെ മിഡ്ഫീൽഡും ഫോർവേഡ് ലൈനും PSG അത്ര തന്നെ നല്ലതാണ്. പക്ഷെ ഡിഫൻസിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. മറ്റേ ടീമുകൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഒരു കോച്ചാണ് സിമിയോണി. പക്ഷെ സിമിയോണിക്ക് ജയിക്കാനുള്ള സ്ക്വാഡ് ഉണ്ട് തോന്നുന്നില്ല. വളരെ ഓപ്പൺ ആണ് അത്ലറ്റിക്കോ. ആർസണലിന്റെ അടുത്ത് ജയിക്കുന്നു തോന്നുന്നില്ല എനിക്ക്. എന്താ വെച്ചാൽ ആർസണൽ വളരെ ടൈറ്റ് ആയിട്ടായിരിക്കും കളിക്കുക, പ്രത്യേകിച്ച് മെഡ്രിഡ് പോയിട്ടുള്ള ആ കളി. അപ്പൊ പിന്നെ ഉള്ളത് ആർട്ടറ്റയാണ്. ആർട്ടറ്റ ഗാർഡിയോളുടെ ശിഷ്യനായിരുന്നു മറ്റേ കമ്പനിയെ പോലെ. പക്ഷെ കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട് അവര് മിണ്ടിയിട്ട് പോലും ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ 12 മാസത്തിലാണ് തിരിച്ച് കോൾ ചെയ്യാനൊക്കെ തുടങ്ങിയത്. ആർട്ടറ്റയ്ക്ക് അറിയായിരുന്നു എനിക്ക് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്റെ പാതയിൽ തന്നെ പോകണം. അതുകൊണ്ട് തിരിച്ചിങ്ങനെ ഗാർഡിയോളെ വിളിച്ചുകൊണ്ടിരുന്ന ശരിയാവില്ല എന്ന്. അപ്പൊ വേണച്ചൊരു ഡിസ്റ്റൻസ് വരുത്തിയതാണ്. ഇതിനകത്ത് ഇപ്പം ദിലീപിന്റെ ഒരു പ്രവചനം ആണെങ്കിൽ ഫൈനലിലേക്ക് എന്തായാലും PSG എത്തും. എന്തായാലും ഞാൻ പറയില്ല. അത് അത്രയും നല്ല 2 ടീമുകളാണ്. പിന്നെ 2 ടീമിലും
എന്താ പറയുക മാജിക് ക്വാളിറ്റീസ് ഉള്ള കളിക്കാരൻ. ഇപ്പൊ ബാൻഡ്, മൈക്കിൾ ഒളീസെ, ലൂയിസ് ഡിയാസ്, കെയിന്റെ ഫിനിഷൊക്കെ ഉഗ്രനായിരുന്നു ശരിക്കും. ഒരു ഫുട്ടിന്ന് മറ്റേ ഫുട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഫിനിഷ്. അപ്പൊ അങ്ങനത്തെ കളിക്കാരുള്ളപ്പോ എത്ര നല്ല കോച്ച് എത്ര നല്ല ടീമായാലും 2 മിനിറ്റ് മതി ശരിക്കും കളി മാറാൻ. അപ്പൊ അത് ഞാൻ ശരിക്കും ആസ്വദിക്കാൻ പോണ ഒരു കളി. ഇപ്പൊ ഈ റയൽ ബാൻഡ് പറഞ്ഞ പോലെ അതേ നിലവാരം എത്താൻ സാധ്യതയുള്ള ഒരു കളിയാണ് PSG ബാൻഡ്. അപ്പൊ അത് ജയിക്കണ ടീം ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അവർ കളിക്കേണ്ടത് മിക്കവാറും ആർസണലിനായിരിക്കും. എന്നുവെച്ചാൽ എനിക്ക് ആഗ്രഹം അത്ലറ്റിക്കോ ട്രോഫി നേടണം എന്നാണ്. എന്താ വെച്ചാൽ ഇത്രയും അൺലക്കി ആയിട്ടുള്ള വേറൊരു ടീം യൂറോപ്യൻ ഫുട്ബോളിലില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്ക്വാഡിൽ എനിക്ക് വലിയ വിശ്വാസമില്ല. 16ത്തെ സ്ക്വാഡായിട്ടാണെങ്കിൽ ഞാൻ പറയായിരുന്നു അത്ലറ്റിക്കോ ജയിക്കുന്നു. പക്ഷെ ഈ ഡിഫൻസ് വെച്ചിട്ട് പറ്റില്ല.